Hi, welcome to our channel. So, in our sociology, tools and techniques of data collections are discussed in the sociology last module tools and techniques of data collection. So, this area in the previous year questions. Previous year 5 questions are in this area. First question, which among the following is not a method of primary data collection, observation, interview, experimentation, content analysis? Second is set of questions which are asked and filled by the interviewer in a face-to-face interview with another person. Options: schedule, questionnaire, checklist, field diary. Third question is which is not a quality of case study: holistic understanding, in-depth investigation, versatility, studying complex phenomena. So, this is a deleted question. Fourth one is primary data means second-hand information collected for the first time, information from thesis, information from documents. Fifth question is case study methods involving observation, just an idea, in-depth study, survey. So, ഇത്രയും questions ആയിരുന്നു previous year ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഡേറ്റ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യം ഡേറ്റ കളക്ഷൻ എന്താണെന്ന് നോക്കാം. Data collection is the process of gathering and measuring information on variable of interest in a systematic fashion that enables one to answer stated question. Data collection നമുക്കറിയാലോ വിവരശേഖരണം. ഏതെങ്കിലും ഒരു പ്രോസസ്, ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡേറ്റ കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസിനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് പ്രൈമറി സോഴ്സസിലൂടെ കിട്ടുന്ന ഡേറ്റാസിനെ നമ്മൾ പ്രൈമറി ഡേറ്റ എന്നും സെക്കൻഡറി സോഴ്സസിലൂടെ കിട്ടുന്ന ഡേറ്റാസിനെ സെക്കൻഡറി ഡേറ്റ എന്നുമാണ് പറയുന്നത്. സോ എന്താണ് പ്രൈമറി ഡേറ്റ എന്ന് നോക്കാം. It is a first-hand data and information. It is collected in real time. Data collected for the first time, data collected ourselves. Primary data എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിലൂടെ കിട്ടുന്നത്. ഒരാൾ ഡയറക്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാൻ ന്യൂസ് ചാനലിൽ ലൈവ് റിപ്പോർട്ടിങ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഒരു വ്യക്തി പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. സോ അതിനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിയൽ ടൈമിൽ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ നമുക്ക് പ്രൈമറി ഡേറ്റ എന്ന് പറയാം. ഉദാഹരണം വെയിറ്റ് ഓഫ് എ സ്റ്റുഡൻസ് ഓഫ് അവർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ വെയിറ്റ് എടുക്കുന്നു. സോ അതെന്താണ്? അതൊരു പ്രൈമറി ഡേറ്റ. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള പ്ലാന്റ്സുകളുടെ എണ്ണം എടുക്കുന്നു. സോ അതൊക്കെ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ്. സോ അങ്ങനെയുള്ള ഡേറ്റാസിനെ നമുക്ക് പ്രൈമറി ഡേറ്റാസ് എന്ന് പറയാം. സോ ഈ ഏരിയയിൽ നിന്നായിരുന്നു പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ്. പ്രൈമറി ഡേറ്റ മീൻസ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല. സോ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഇതായിരുന്നു ആൻസർ. പ്രൈമറി ഡേറ്റ മീൻസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഇനി നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ ആൻഡ് കേസ് സ്റ്റഡി. സോ ഇത്രയാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്, സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സ്പെരിമെൻറ്റേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അതായിരുന്നു ഒരു ഓപ്ഷൻ വന്നത്. സോ അപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ പ്രൈമറി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്നതാണെന്ന് അറിഞ്ഞാലേ അതിനുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ എക്സ്പെരിമെൻറ്റേഷൻ ഓൾസോ പ്രൈമറി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഇതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വിച്ച് among the following is not a method of primary data collection? സോ ഇതിൽ ഏതാണ് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരുന്നത്. സോ ഇതിൽ ഒബ്സർവേഷൻ ആണെന്ന് നമുക്കറിയാം, ഇൻ്റർവ്യൂ പ്രൈമറി ഡേറ്റ കളക്ഷനാണ്, എക്സ്പെരിമെൻറ്റേഷനും പ്രൈമറി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കണ്ടൻറ് അനാലിസിസ്, ഒരു കണ്ടൻറ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഫസ്റ്റ് ഹാൻഡ് കിട്ടുന്നതായിരിക്കത്തില്ല. ആ കണ്ടൻറ് എടുത്ത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി സോഴ്സസ് ആയിരിക്കും. സോ അതുകൊണ്ട് ഫോർത്ത് വൺ കണ്ടൻറ് അനാലിസിസ് ആണ് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത്. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് പറയുന്നത്. പ്രൈമറി സോഴ്സസ് ഉണ്ട്, സെക്കൻഡറി സോഴ്സസ്. ഈ പ്രൈമറി സോഴ്സസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂയിങ്, ക്വസ്റ്റ്യനെയർ, ഷെഡ്യൂൾ. ഒബ്സർവേഷൻ തന്നെ 2 തരമുണ്ട്, പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ്. ഇത് നമുക്ക് സിലബസിലുണ്ട്. ഇൻ്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്യനെയർ ഉണ്ട്. ക്വസ്റ്റ്യനെയർ സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യനെയർ ആണ്. പിന്നെ സെക്കൻഡറി സോഴ്സസ് പറയുന്നത് ഗവൺമെൻറ് പബ്ലിക്കേഷൻ, റിസർച്ച്, സെൻസസ്, പേഴ്സണൽ റെക്കോർഡ്, ക്ലയൻറ്റ് ഹിസ്റ്ററി, സർവീസ് റെക്കോർഡ്സ്. ഇത്രയാണ് സെക്കൻഡറി സോഴ്സസ് പറയുന്നത്. സെക്കൻഡറി സോഴ്സസ് ഇനി പറയും.
സോ ഇനി നമുക്ക് പ്രൈമറി ഡേറ്റ കളക്ഷനിൽ ഉപയോഗിക്കുന്ന ടൂൾസ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കായ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ ഇസ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ overt or covered behavior of a person in an appropriate situation. It is a subjective method. It's a way of gathering data by watching behavior, events or noting physical characteristics. അതായത് ഒരു ഒബ്സർവേഷൻ എന്ന് പറയാൻ അറിയാം നമുക്കല്ലേ, നിരീക്ഷിക്കുക എന്ന് പറയും. നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയർ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെ നോക്കി, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നോക്കി നമ്മൾ നിരീക്ഷിക്കുന്നതിനാണ് നമ്മൾ ഒബ്സർവേഷൻ. അത് ഓവേർട്ട് ആയിട്ടും പറ്റും, കവേർട്ട്. ഓവേർട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് അറിയാം, എവരി വൺ നോസ് ദേ ആർ ഒബ്സർവ്. അവർ മറ്റേ ആൾ നമ്മൾ നിരീക്ഷിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിരീക്ഷണം ഒബ്സർവേഷൻ നടത്തുന്നതിനാണ് ഓവേർട്ട് എന്ന് പറയുന്നത്. കവേർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, മറ്റേ ആൾ അറിയാതെ അയാളെ നിരീക്ഷിക്കുന്നു. സോ അതിനെയാണ് കവേർട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അത് ഒന്ന് പാർട്ടിസിപ്പൻറ്റ് ആൻഡ് മറ്റേത് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. സോ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒബ്സർവർ മേ ലിവ് ഓർ വർക്ക് ഇൻ ഫീൽഡ് ആൻഡ് ആക്ടിവിറ്റി, പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ്. സോ ഈ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സർവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്ത് അതിൽ നിന്നാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അയാളുടെ നിരീക്ഷണങ്ങൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഉദാഹരണമായി ഒരു വ്യക്തി യോഗ ക്ലാസ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അയാൾ നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അയാൾ എന്ത് ചെയ്യും? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ അയാൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതെന്താണെന്ന് മറ്റുള്ളവരെ പോലെ ആ ഒരു അക്സെപ്റ്റഡ് മെമ്പറായിട്ട് നിന്നുകൊണ്ട് അവർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള ഒബ്സർവേഷനാണ് നമ്മൾ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പാർട്ടിസിപ്പൻ്റ് എന്നാകുമ്പോഴത്തേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ദ ഒബ്സർവർ സ്റ്റഡീസ് ദ സബ്ജക്ട് ഫ്രം ദ സൈഡ് ലൈൻ. എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യത്തില്ല, അതിന് പകരം പുറമേ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സൈഡ് ലൈനിലൂടെ അയാൾ വീക്ഷിച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ഇൻ്റർവ്യൂ. പ്രൈമറി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന അടുത്ത ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഇസ് എ വെർബൽ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദ റെസ്പോണ്ടർ. നമുക്കറിയാം, വെർബലി നമ്മൾ സംസാരിച്ചു കൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് ഓഫ് വെർബൽ ക്വസ്റ്റ്യൻസ് ഓൺലി ആൻഡ് കളക്ടിങ് ഓറൽ വെർബൽ റെസ്പോൺസസ്. ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇൻ്റർവ്യൂവിനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് അയാൾ ഓറലി അതിന് മറുപടി പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അയാളിൽ നിന്ന് റെസ്പോൺസ് തിരിച്ചെടുക്കാം. സോ അത് ഇനി നമ്മൾ പറയും. ഇൻ്റർവ്യൂവിന് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് അത് പറയും. ഇൻ ദിസ് മെത്തേഡ് ദ ഇൻ്റർവ്യൂവർ ആസ്ക്സ് ക്വസ്റ്റ്യൻ ഇൻ എ ഫേസ് ടു ഫേസ് കോൺടാക്ട് ടു ദ ഇൻ്റർവ്യൂ ദ പേഴ്സൺ ഹൂ ഈസ് ബീങ് ഇൻ്റർവ്യൂഡ് ഹൂ ഗിവ്സ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇൻ്റർവ്യൂവിന് ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ രണ്ടെണ്ണമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളുമാണ്. സോ അത് നമുക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് പറയാം. ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇസ് എ സ്ട്രക്ചേർഡ് ഡേറ്റ കളക്ഷൻ ടൂൾ വെയർ ചോയ്സസ് മേ ബി ഗിവൺ ഓർ മേ നോട്ട് ബി ഗിവൺ. ഷെഡ്യൂൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. Schedule consists of a set of structured questions on a particular topic that are directly asked by the interviewer. ക്വസ്റ്റ്യനെയറിൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂവറിന് ആ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാം. അത് ഇൻ്റർവ്യൂവറിൻ്റെ ചോയ്സ് അനുസരിച്ചിരിക്കും. അത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഡയറക്റ്റ് റെസ്പോൺസ് എടുക്കാം, അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് ഫില്ല് ചെയ്ത് തരാൻ പറയാം. പക്ഷേ ഷെഡ്യൂൾ ആകുമ്പോൾ അങ്ങനെയല്ല. ഒരു ഇൻ്റർവ്യൂ, ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനുള്ള മറുപടി ഇൻ്റർവ്യൂവർ തന്നെ കളക്ട് ചെയ്ത് നോട്ട് ചെയ്യും. സോ അതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിൽ നിന്നാണ് പ്രീവിയസ് ഇയർ വന്ന set of questions which are asked and filled by the interviewer in a face-to-face interview with another person. കണ്ടോ, ഇവിടെ കണ്ടോ, ഇൻ്റർവ്യൂവർ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യുന്നു. അത് എന്താണ്? ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തു, ഇൻ്റർവ്യൂവർ തന്നെ അത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ ഫില്ല് ചെയ്യും. സോ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതല്ലാത്തതിന് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്നാണ് പറയുന്നത്. അടുത്ത ഡിഫറൻസ് ആണ് മേ കൺസിസ്റ്റ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ് എൻഡഡ്. ഓപ്പൺ എൻഡഡ് ആവാം അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ. അതൊക്കെ എന്താണെന്ന് ഇനി പറയും. ടൈപ്സ് ആണ് ഇനി
ഷെഡ്യൂൾ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് മേ നോട്ട് ബി കമ്പോസ്ഡ് ഓഫ് ചോയ്സസ് ആൻഡ് റെസ്പോൺസ് ഹാവ് ടു ആൻസർ ദം. സോ അടുത്തൊരു ഇതാണ് ക്യാൻ കവർ എ ലാർജ് ഓഡിയൻസ് ഈസിലി. പെട്ടെന്ന് ഒരുപാട് ആൾക്കാരിൽ ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഷെഡ്യൂളാകുമ്പോൾ കവർ ഓൺലി എ സ്മോൾ സെറ്റ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് കുറച്ച് ആൾക്കാർക്ക് മാത്രം വെച്ചാൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് ഈ വഴി ഡാറ്റ കളക്ഷൻ നടക്കത്തുള്ളൂ. കോസ്റ്റ് എഫക്റ്റീവാണ് ക്വസ്റ്റ്യനെയർ. പക്ഷേ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. ഇനി അടുത്ത ഡിഫറൻസ് ക്വസ്റ്റ്യനെയറിൻ്റെ എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടൻസ് ക്യാൻ ഗീവ് ദെയർ റെസ്പോൺസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ റിസർച്ച്. ഒബ്സർവർ അല്ലെങ്കിൽ റിസർച്ചറിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും റെസ്പോണ്ടൻസിന് ആൻസർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആകുമ്പോൾ ഷെഡ്യൂളിലാകുമ്പോൾ റെസ്പോണ്ടൻറ്റ് ഷുഡ് പ്രൊവൈഡ് ദെയർ ആൻസർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളുടെ പ്രസൻസിൽ തന്നെ എന്ത് ചെയ്യണം, റെസ്പോൺസ് കൊടുക്കേണ്ടി വരും. അടുത്തതാണ് റെസ്പോണ്ടൻസ് ആർ നോട്ട് അസിസ്റ്റഡ് വെൻ ആൻസറിങ് ക്വസ്റ്റ്യനെയർ ആകുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവറുടെ പ്രസൻസ് വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അതിനെ അസിസ്റ്റ് ചെയ്യാൻ ആളില്ല ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ. ഷെഡ്യൂൾ ആണെങ്കിൽ അങ്ങനെയല്ല. റെസ്പോണ്ടൻസ് ആർ അസിസ്റ്റഡ് ബൈ ദ ഇൻ്റർവ്യൂവർ ഇൻ ക്ലാരിഫയിങ് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനെയറിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡും ഉണ്ട്. സ്ട്രക്ചേർഡും ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റെസ്പോണ്ടൻറ്റ് സെലക്ട് എ റെസ്പോൺസ് ഫ്രം ദോസ് ഗിവൻ. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഇപ്പോൾ ഇൻ്റർവ്യൂവർ കൊടുക്കുന്ന ആ റെസ്പോണ്ട് സെലക്ട് ചെയ്യാനേ ഓപ്ഷനുള്ളൂ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. സോ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് റെസ്പോണ്ടൻസ് ക്രിയേറ്റ് എ റെസ്പോൺസ്. അതായത് നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതത്തില്ല, അതായത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനേഴ്സാണ് അൺസ്ട്രക്ചേർഡ്. സോ അതുതന്നെയാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ചോയ്സസ് ആർ പ്രൊവൈഡഡ് ടു ദ റെസ്പോണ്ടൻറ്റ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ റെസ്പോണ്ടൻറ്റ് മസ്റ്റ് ക്രിയേറ്റ് റെസ്പോൺസസ്. ഇനി അടുത്ത മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്, എ പേഴ്സൺ, എ ഗ്രൂപ്പ്, എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് എ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി സോഷ്യൽ സയൻസിലാകുമ്പോഴത്തേക്ക് അത് ഒരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചുള്ള കോംപ്രഹെൻസീവ് സമഗ്രമായിട്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇൻഡെപ്തായിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നത്. അതിപ്പോൾ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി. ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെ ഡീപ്പായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ടു ഡിറ്റർമിൻ സോഷ്യൽ പ്രോസസ്, ദ കോംപ്ലക്സിറ്റി ഓഫ് ഫാക്ടേഴ്സ്, ദ സീക്വൻസ് ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് എ ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇനി കേസ് സ്റ്റഡി മെത്തേഡ്സ് വെദർ എ സെക്ഷൻ ഓർ ഹോൾ ഓഫ് എ ലൈഫ് ഈസ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിയിങ് കോംപ്ലക്സ് ഫിനോമിന. സോ ഇത് ഒന്നെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും എടുത്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എടുത്ത് പഠിക്കുന്നത്. ഇനി കേസ് സ്റ്റഡി മെത്തേഡ് വാസ് ഇൻട്രൊഡ്യൂസ്, സോഷ്യൽ സയൻസിന് കേസ് സ്റ്റഡി മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രെഡറിക് ലേപ്ലേ ആണ്. ഇനി ഈ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വെർസറ്റാലിറ്റി ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ബഹുമുഖതയുണ്ടെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആസ് എ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടിയുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ സപ്ലിമെൻറ്റ് ഈച്ച്, അതായത് രണ്ടും സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു വെർസറ്റാലിറ്റി ഉണ്ടെന്ന് പറയാം. സോ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസും കേസ് സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയത്. സോ അടുത്ത നമുക്ക് സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് നോക്കാം. So a large amount of data is already available in the form of paper sources. This include documents, historical records, diaries, biographies, statistical records, etc. The paper sources are commonly known as secondary sources of data or available data sources. അതായത് നമുക്ക് പേപ്പറിലൂടെ കിട്ടുന്ന, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, അല്ലെങ്കിൽ ഡയറീസ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻസിനെല്ലാം നമുക്ക് സെക്കൻഡറി ഡേറ്റാസ് എന്ന് പറയാം. അതിന് ഉദാഹരണങ്ങളാണ് ഇൻഫർമേഷൻ ഫ്രം ഏതെങ്കിലും തീസിസ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ മാഗസിൻസ്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഡേറ്റാസിനെ നമുക്ക് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയാം. സോ ഇത്രയേ ഉള്ളൂ ക്ലാസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.